ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് പപ്പക്കയും ക്യാരറ്റും കൊണ്ടിട്ട് നല്ല കിടിലൻ രുചിയിൽ ഒരു തോരൻ തയ്യാറാക്കി എടുക്കാം. അപ്പം ഇതിനായിട്ട് നമുക്ക് ഈ പപ്പക്കയുടെ അരമുറി മതിയാകും കേട്ടോ. അപ്പം ഞാനിവിടെ പപ്പക്ക രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പം ഇതിനുള്ളിൽ വിത്തൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഒരു അരമുറി പപ്പക്കയാണ് ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് എടുക്കുന്നത്. അപ്പം അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ആയിട്ട് കഴുകി എടുക്കുകയാണ്. അതുപോലെ തന്നെ ക്യാരറ്റും തൊലിയൊക്കെ ചെത്തി ഇവിടെ കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോരൻ വെക്കുന്നതിന് ആവശ്യമായിട്ടൊന്ന് ചെത്തി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ചെത്തി കൊടുക്കുന്നത്. അപ്പോൾ പപ്പക്കയാണ് ആദ്യം ഞാൻ ചെത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ കനം കുറച്ചിട്ട് തന്നെ ക്യാരറ്റും നന്നായിട്ടൊന്ന് ചെത്തി കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റും പപ്പക്കയും എല്ലാം ഇവിടെ നിർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തോരൻ കൂട്ടാനും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഒരു മിക്സ്ഡ് തോരൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു സവാള നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് കരിയാപ്പില എന്നിവയാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുക്കുകയാണ്. ജാറിനകത്തിട്ട് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൈ കൊണ്ടിട്ട് തന്നെയാണ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ തോരൻ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പാത്രം സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. കടുക് പൊട്ടിക്കാം. ഇനി 2 വറ്റൽമുളക് ഇതിനകത്തോട്ട് ഒടിച്ചിട്ട് കൊടുക്കുകയാണ്. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, കരിഞ്ഞു പോകരുതേ. ഇനി ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ സവാളയൊക്കെ ഒന്ന് വാടി കുറച്ച് കളറൊന്ന് മാറി വരുന്ന സമയം കൊണ്ട് നേരത്തെ ചെത്തി വെച്ചിരുന്ന ആ ഒരു പപ്പക്കയും ക്യാരറ്റും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കണ്ട. നമുക്കിതൊന്ന് വാടി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ ഞാനിവിടെ ചെത്തിയെടുക്കാനായിട്ട് പറഞ്ഞത്. ഇനി ഇതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് വെന്ത് വരുന്നതിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കാതെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തോരന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. ഫസ്റ്റിൽ തന്നെ ഇത് ഇളക്കി കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ട് ഞാനിവിടെ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം തട്ടിപ്പൊത്തി അങ്ങ് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പപ്പക്കയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പക്കയിൽ നിന്നെല്ലാം വെള്ളം നല്ലതുപോലെ ഇറങ്ങി വന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് അടിപൊളി ടേസ്റ്റിൽ തോരൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അത്രയേ ഉള്ളൂ. ടാറ്റാ.